കാലിത്തൊഴുത്തിലേക്കുള്ള വഴിയിൽ ഒരു പിള്ളക്കച്ചയുടെ ഓർമ്മ നിന്റെ കൂടെയുണ്ടാവണം. പിറന്നു വീണ പൊന്നോമനയെ പരിശുദ്ധയമ്മ പൊതിഞ്ഞു കിടത്തിയ പിള്ളക്കച്ച. മഞ്ഞു പെയ്തിരുന്ന ആ ധനുമാസത്തിൽ ഒരു മുറിക്കച്ച മടക്കി കയ്യിൽ കരുതി വെക്കേണ്ടതിൻ്റെ ആവശ്യം പരിശുദ്ധയമ്മ മുൻകൂട്ടി കണ്ടിരുന്നു. ജന്മഗൃഹമായി മണിമന്ദിരമൊന്നും കിട്ടിയില്ലെങ്കിലും മാതൃവാത്സല്യത്തിൻ്റെ ഇളം ചൂടും പിതൃലാളനയുടെ മൃദുലതയുമൊക്കെയുള്ള വെള്ളക്കച്ചയ്ക്കുള്ളിൽ ആ കുഞ്ഞ് കുളിരറിയാതെ കിടന്നുറങ്ങി. സ്വർണമേടകളിലോ സത്രങ്ങളിലോ ലഭിക്കാമായിരുന്നതിനേക്കാൾ കൂടുതൽ സുഖവും സുരക്ഷിതത്വവും ആ കൊച്ചു കച്ചച്ചുരുളുകൾക്കുള്ളിൽ അവനുവേണ്ടി ദൈവം ഒരുക്കിയിരുന്നു. നീയും ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നിന്റെ നന്മയ്ക്കു വേണ്ടി സ്വന്തം വിരൽത്തുമ്പുകളാൽ അവിടുന്ന് ചില പിള്ളക്കച്ചകളൊക്കെ നെയ്തു വെച്ചിട്ടുണ്ട്. നഷ്ടങ്ങളുടെ നടുക്കയത്തിൽ നിന്ന് കരകയറ്റുവാൻ നിനക്ക് നേരെ എറിഞ്ഞു തരുന്ന നേട്ടത്തിൻ്റെ ഒരു കയർത്തുമ്പ്. മാറാവ്യാധികൾ പിടിപെട്ട് മരണത്തോട് മല്ലടിച്ച് കഴിയുന്ന നാളുകളിൽ നിനക്ക് നൽകുന്ന സൗഖ്യത്തിൻ്റെ സ്പർശം. അപകടത്തിൽ നിന്ന് നിന്നെ ആയുസ്സിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ ആരോ നീട്ടിത്തരുന്ന അപരിചിത കരങ്ങൾ. മനസ്സു മരവിച്ച് നിരാശയിൽ നീറുന്ന നേരങ്ങളിൽ പ്രത്യാശയേകുന്ന ആശ്വാസവാക്കുകൾ. അങ്ങനെ നിനക്കറിയാവുന്നതും അല്ലാത്തതുമായ ആരെയോ എന്തിനെയോ ഒക്കെ നിനക്കുള്ള കുട്ടിക്കച്ചയായിട്ട് ദൈവം മാറ്റിവെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളപ്പോൾ അവിടുന്ന് അത് നിനക്കായി വിരിച്ചിടും. നീ അവിടുത്തെ കുഞ്ഞാണെന്ന ബോധ്യത്തിൽ ജീവിച്ചാൽ മാത്രം മതി. ഒപ്പം ആരുടെയൊക്കെയോ പിള്ളക്കച്ചയായി കണ്ണീരൊപ്പുന്ന കൈത്തൂവാലയായി അവിടുന്ന് നിന്നെയും നിയോഗിച്ചിട്ടുണ്ട്. സാധ്യമായ സൽകൃത്യങ്ങൾ മറ്റുള്ളവർക്കായിട്ട് നീയും ചെയ്യുക. പരിപാലിക്കേണ്ട കരങ്ങൾ പരിക്കേൽപ്പിക്കുവാനും പീഡിപ്പിക്കുവാനും പിച്ചി ചീന്തുവാനുമൊക്കെ തുടങ്ങുമ്പോഴാണ് പാരിൽ പിശാചുക്കളുടെ പേരുകൾ പെരുകുന്നത്. നിന്റെ രക്ഷണ വലയത്തിൽ കൊള്ളുന്നവരെ മാത്രമേ ദൈവം നിന്നെ ഏൽപ്പിക്കുകയുള്ളൂ. അവർക്ക് നീ താങ്ങാവുക. നിനക്ക് സംരക്ഷണമേകുന്നവൻ അപ്പോൾ നിന്നിൽ സംപ്രീതനാവും. നിന്റെ ജീവിതം അർത്ഥപൂർണമാവുകയും ചെയ്യും. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ നമുക്ക് വേണ്ടി ഒരുക്കിയ പിള്ളക്കച്ചകളൊക്കെ തിരിച്ചറിയുവാനായിട്ട് നമ്മളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം അവരുടെ ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒരു കൈത്താങ്ങായി മാറേണ്ട ജീവിതയിടങ്ങളെ തിരിച്ചറിഞ്ഞു കൊണ്ടുപോകുവാൻ നമ്മളെ പ്രാപ്തരാക്കണമേ എന്നും നമുക്കിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.